സാറേ, എൻ്റെ പേര് വിനോദ് കുമാറാണ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചെറുത്തൂരാണ് താമസം. അപ്പം ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട വെൽനസ് കോച്ചും അതുപോലെ തന്നെ യോഗ ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ് കാര്യങ്ങൾ നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചാലക്കുടിയിലുള്ള ഷാജി കുര്യൻ സാറാണ്. അദ്ദേഹമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ഏതായാലും ഷാജി കുര്യൻ സാറിനെ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഷാജി കുര്യൻ സാർ. എൻ്റെ പേര് ഷാജി കുര്യൻ, ചാലക്കുടിയിലാണ് വീട്. ഞാൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. റിട്ടയർ ചെയ്ത് ഒരു 35 വർഷമായിട്ട് ചാലക്കുടിയിൽ സെറ്റിൽ ചെയ്തു. ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഞാൻ ഒരു 40 വർഷം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് യോഗ, ഫിസിക്കൽ എക്സർസൈസ്. സ്കൂൾ ജീവിതം മുതൽ സ്പോർട്സിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സ്പോർട്സ് താല്പര്യം വന്നു. പിന്നെ ഡിഫൻസിലായിരുന്നു, ഇന്ത്യൻ എയർഫോഴ്സിലാണ് വർക്ക് ചെയ്തിരുന്നത്. എന്തായാലും ഞാനൊരു 28 ഇയേഴ്സ് ഏജ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ യോഗയായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചു. ഒരു വ്യക്തി എനിക്ക് അത് തന്നു. അങ്ങനെ യോഗ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തിയറി ശരിക്കും പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ ഒരു വെൽനസ് കോച്ച് കൂടിയാണ്. വെൽനസ് കോച്ച് ഇൻ ദ സെൻസ് ഞാൻ പ്രാക്ടിക്കലി ആളുകൾക്ക് തിയറി മാത്രമല്ല പ്രാക്ടിക്കലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. രാവിലെ ഒരു 1 hour സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. വെൽനസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിനോദിനെ ചോദിക്കാം. സാറേ, സാറിനെ എന്താണ് ഇൻസ്പയർ ചെയ്തത് ഈ വെൽനസ് കോച്ചാൻ വേണ്ടിയിട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു തമാശയായിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം. ഞാൻ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ സീനിയേഴ്സ് പറഞ്ഞു, കേട്ടോ, കല്യാണമൊക്കെ കഴിക്കുമ്പോൾ നല്ല ആരോഗ്യത്തിലൊക്കെ നിൽക്കണം, അപ്പോൾ നീ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിന്റെ ഫാമിലി ലൈഫിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്കൊരു ബുക്ക് തന്നു. അങ്ങനെയാണ് ഞാൻ യോഗയിലെ സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റഡ് ഉണ്ടായിരുന്നു, പക്ഷെ യോഗ എന്നുള്ള ഇതിലേക്ക് ഞാൻ വന്നത് അങ്ങനെയാണ്. ഓക്കെ. എന്തെങ്കിലും സാറിന് ഇതിനകത്ത് ട്രെയിനിങ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എന്തെങ്കിലും സാറിനുണ്ടോ? കോച്ചിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ബാക്ക്ഗ്രൗണ്ട് അല്ല. ആദ്യമേ ഞാനൊരു തിയറി, ഒരു ബുക്ക്, ഞാൻ ഇന്ത്യയിലുള്ള പല ബുക്കുകളും വായിച്ചു നോക്കിയിൽ നിന്ന് കിട്ടാതെ ഒരു ബ്രിട്ടീഷ് ലേഡിയുടെ ഒരു ബുക്കാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. അതിനകത്ത് തിയറി, എന്തുകൊണ്ട് ഓരോ യോഗാസനം എന്തിനു വേണ്ടി ചെയ്യുന്നു, യോഗയുടെ കൺസെപ്റ്റ് ബേസിക്കലി എന്താണ് യോഗ ചെയ്യുന്നത് എന്നുള്ള ഇത് മനസ്സിലാക്കിയത് ആ ബുക്കിൽ നിന്നാണ്. അതിനുശേഷം ഞാൻ പ്രാക്ടീസ് ചെയ്തു. എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു, അറിയാവുന്ന വ്യക്തികൾ, അവരുമായിട്ട്. അല്ലാതെ ഈ പറയുന്ന ഒരു സർട്ടിഫൈഡ് ഒന്നുമല്ല, എൻ്റെ ഓൺ ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്താണ്. കാരണം ആ ബുക്കിൽ നിന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഓരോന്നും എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വന്നത്. ഇപ്പൊ ആളുകൾ യോഗ എന്ന് പറയുമ്പോൾ യോഗാസനം അത് ഓരോ ഈ പറയുന്ന ആ ഒരു പോസ്റ്ററിലാണ് വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ യോഗ എന്ന് പറയുന്നത് അതല്ല. യോഗ ഈസ് ദ ക്ലീനിങ് ഓഫ് ബോഡി ആൻഡ് മൈൻഡ്. അതിൽ മൈൻഡ് ക്ലീനിങ് ആണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. മൈൻഡ് പെർഫെക്റ്റ് ആയി ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ സാറേ, വേറൊരു കാര്യം ചോദിക്കാനുള്ള വെച്ചാല്, നിങ്ങളെ ക്ലയൻസുമായിട്ട് എങ്ങനെയാണ് ഈ ഒരു കോച്ചിങ് ഫിക്സ് ചെയ്യുന്നത്? അതിന്റെ സാറിന്റെ ഒരു പ്രൊസീജിയർ ഒന്ന് പറയാമോ? കോച്ചിങ് ക്ലയന്റുമായിട്ട് ഫിക്സ് ചെയ്യില്ല. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇത് നടത്തുന്നുണ്ട്. രാവിലെ 6 മുതൽ 7 മണി വരെയാണ് എനിക്ക് ടൈം. ഞാൻ ഡേ ടൈമിൽ ഫ്രീ അല്ല. അപ്പം ഞാൻ 1 hour ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഹെൽത്തിന് വേണ്ടി. ആ ഹെൽത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാനത് ഓൺലൈനിൽ ആളുകൾക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ചാൻസ് അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ തിയറി ക്ലാസ്സുകൾ കൊടുക്കും ആദ്യമേ. ആക്ച്വലി തിയറി എന്താ സെൻസ്, എന്തുകൊണ്ട് നിങ്ങൾ യോഗ ചെയ്യണം, എന്താണ് യോഗ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഫിസിക്കൽ എക്സർസൈസിന്, ഇതിൻ്റെയൊക്കെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, യഥാർത്ഥ യോഗ എന്നുള്ളത് എന്താണെന്നൊക്കെ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ഓരോ കാര്യങ്ങളും ഇൻക്ലൂഡിങ് അവരുടെ ഡ്രസ്സിങ് മുതൽ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം, അതായത് ഇപ്പോൾ ബ്രീത്തിങ് എക്സർസൈസ് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, നമ്മളെ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ആരോഗ്യം എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഇതിലേക്ക് കൊണ്ടുവരിക. പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് പ്രയോജനം കിട്ടുകയുള്ളൂ. ഒരു തിയറി പഠിച്ചുകൊണ്ടൊന്നും ആർക്കും ഒരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. അതാണ് എൻ്റെ ബേസിക് കൺസെപ്റ്റ്. പ്രാക്ടിക്കലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ ഈ ഒരു കോച്ചിങ് ചെയ്യാൻ വേണ്ടി വരുന്നവര് പല വിധത്തിലുള്ള ഫിസിക്കൽ ഇഷ്യൂസ് ഉള്ളവരായിരിക്കും. അപ്പൊ അവരുടെ വിഷമങ്ങൾ സാറിനോട് പറയുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷമങ്ങൾ, അവരുടെ മനസ്സിലുള്ള സ്ട്രെസ്, അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി സാർ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അത് നമുക്ക് 1-on-1 ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ ചലഞ്ചസ് ഉള്ള ആൾക്കാരെ ഞാൻ കൂടുതലും ഇതില്ല. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മറ്റ് ഫീൽഡിലുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽസ്, അവരൊന്നും ഇതൊന്നും സപ്പോർട്ട് ചെയ്യുന്നതല്ല. അപ്പൊ ഞാൻ സാധാരണ നിലയിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരെ ഇതിന് എടുക്കാറില്ല. നിങ്ങൾ ചെറുപ്പമാണ്, ഹെൽത്തി ആയിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ആ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ബേസിക്കലി ഞാൻ ചെയ്യുന്നത്. പിന്നെ പല റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ നടുവേദന, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതിനകത്ത് റിലീഫ് കിട്ടുന്നുണ്ട്. അത് വേറെ കാര്യമാണ്. പക്ഷെ അത് ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാനേ പറയുള്ളൂ. കാരണം ഡോക്ടേഴ്സ് അത് സപ്പോർട്ട് ചെയ്യുന്നവരില്ല. കാരണം യോഗയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സ്ലോലി ഓരോരോ സ്ട്രെച്ച് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുക, നിങ്ങളുടെ ബോഡി സ്ട്രെച്ച് ചെയ്യുക, ബെൻഡ് ചെയ്യുക, ബ്രീത്ത് ചെയ്യുക, കറക്റ്റായിട്ട് ബ്രീത്ത് ചെയ്യാൻ പഠിപ്പിക്കുക, നിങ്ങളുടെ ബോഡി ക്ലീൻ ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ പറയുക. അതുപോലെ തന്നെ ഈ 2 കാര്യം ചെയ്യുമ്പോൾ ശരിക്കും ഒരു നല്ല ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, നന്നായിട്ട് വെള്ളം കുടിച്ചാൽ തന്നെ നിങ്ങളുടെ 60% നിങ്ങളുടെ വേസ്റ്റ് പുറന്തള്ളാൻ സഹായിക്കും. നമ്മുടെ ബോഡിയിൽ വരുന്ന ഗേഷ്യസ് വേസ്റ്റ് ഉണ്ട്, ലിക്വിഡ് വേസ്റ്റ് ഉണ്ട്, സോളിഡ് വേസ്റ്റ് ഉണ്ട്. ഇത് ആദ്യമേ റിമൂവ് ചെയ്യാൻ പറഞ്ഞ് പഠിപ്പിക്കുക, അത് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ഏറ്റവും ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത്. സാർ ഏതായാലും നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്നിരുന്നാലും വേറൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം കൂടി ചോദിക്കുകയാണ്. അതായത് സാറിന്റെ കൂടെ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നവരുണ്ടാവും, അതേപോലെ തന്നെ വെൽനസ് കോച്ച് ചെയ്യുന്നവരുണ്ടാവും. അവരുടെയൊക്കെ സക്സസ് ആയിരിക്കും സാറിന്റെ ഒരു മനസ്സിന് സന്തോഷം തരുന്നത്. അപ്പൊ അവരുടെ സക്സസ് എങ്ങനെയാണ് സാർ മെഷർ ചെയ്യുന്നത്? ആക്ച്വലി ഇതിന്റെ ഈ ബേസിക് കൺസെപ്റ്റ് ഞാൻ പറയാം. ഒരു മനുഷ്യൻ ഏറ്റവും ആദ്യം ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ടിയാണ്. ആ സന്തോഷത്തോടെയും സമാധാനം എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ഇപ്പൊ സന്തോഷം നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സന്തോഷം ഒരു ഫിലിം കാണാൻ പോയി, അതൊരു ഫണ്ണി മൂവി ആണെങ്കിൽ സന്തോഷം ലഭിക്കും. നമ്മളൊരു ടൂർ പോയി കഴിഞ്ഞാൽ സന്തോഷം ലഭിക്കും, ഇല്ലേ? പക്ഷെ അതൊക്കെ ഒരു ഷോർട്ട് പീരീഡിലായിരിക്കും. ടൂർ കഴിഞ്ഞ് വരുമ്പോൾ ആ സന്തോഷം എല്ലാം തീരും, അല്ലേ? ഒരു കാറ് വാങ്ങിക്കാൻ തീരുമാനിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കാറ് വാങ്ങിച്ച് വീട്ടിൽ വന്ന് ഒരു 6 മാസം കഴിയുമ്പോൾ ആ സന്തോഷം തീരും. യഥാർത്ഥത്തിൽ മനുഷ്യന് സന്തോഷം ലഭിക്കുന്നത് പറഞ്ഞാൽ ഇപ്പൊ വിനോദ് പറഞ്ഞ എക്സാക്റ്റ് കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച് നമ്മൾ മുഖാന്തരം സക്സസ് ആവുമ്പോൾ അവരത് പറയുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതാവസാനം വരെ നമുക്ക് അന്യ ആളുകളൊക്കെ ഞാൻ മുഖാന്തരം രക്ഷപ്പെട്ടുള്ളൂ. അത് ഹെൽത്ത് വൈസ് ആയിരിക്കാം, വെൽത്ത് വൈസ് ആയിരിക്കാം, ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ കുറെ ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സാറിന്റെ ഈ ഒരു അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലായി, ഒരുപാട് കസ്റ്റമേഴ്സ് സാറിനുണ്ട്. അപ്പം സാറിന്റെ ഈ ഒരു ഇടപെട്ട കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്ത കസ്റ്റമേഴ്സിന്റെ ഇടയിൽ അവരുടെ ഏതെങ്കിലും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ സാറിന്റെ ഈ ഒരു ജേർണിയിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് ഷെയർ ചെയ്യാമോ? എല്ലാ ആളുകളെ ഇതിനകത്ത് നടുവേദന മാറിയവരുണ്ട്, ബ്ലഡ് പ്രഷർ കുറഞ്ഞവരുണ്ട്. നമ്മൾക്കൊരു മാനസികമായിട്ട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എത്തുമ്പോൾ തന്നെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് തന്നെ വ്യത്യാസം വരും. ഇതിനകത്ത് ഞാൻ ട്രെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ സ്വയം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു കൺസെപ്റ്റ്. മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ്. മനുഷ്യരെല്ലാം വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വ്യക്തികൾ സ്വയം ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് ബെറ്റർ ആക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു ട്രെയിനിങ് കൂടി ഇതിനകത്തുണ്ട്. ഒരു തിയറിയാണ്. ഇപ്പൊ പല ആളുകളുടെ പ്രധാന പ്രശ്നം ഹസ്ബൻഡും വൈഫുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമാണ്, പല കുടുംബത്തിലും പ്രശ്നമുണ്ടെന്ന്. ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ട്രേറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഉള്ള വ്യക്തികളായിരിക്കാം. അത് സ്വയം മനസ്സിലാക്കണം. എനിക്കും അത് അറിയില്ലായിരുന്നു. എൻ്റെ വൈഫുമായിട്ട് എനിക്ക് പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് അറ്റൻഡ് ചെയ്തത്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ പ്രശ്നം തീർക്കാൻ വേണ്ടി പോയ ഇതാണ്. അവിടെ നിന്നാണ് ഞാൻ ഈ പബ്ലിക് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാമെന്നും അതുമാതിരി പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. അപ്പൊ വൈഫുമായിട്ടുള്ള നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ആ ഞാനൊരു ബുക്കിൽ കൂടിയാണ് അത് മനസ്സിലാക്കിയത്. ഓരോ വ്യക്തികളുടെ സ്വഭാവം. എനിക്ക് 3 മക്കളുണ്ട്, 3 ടൈപ്പാണ്. അത് ഞാൻ ഈ ബുക്ക് വായിച്ചതുകൊണ്ടാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത്. നമ്മൾ എപ്പോഴും കരുതുന്നത് നമ്മളുടെ രീതിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്.
അപ്പൊ എന്റെ വെൽനസ് എന്ന് പറയുന്ന അതൊക്കെ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം അതൊക്കെ മനസ്സിലാക്കിയിട്ട് വെൽനസ് ഇപ്പൊ ആൾക്കാർ, ഞാനിപ്പോ പെട്ടെന്ന് മുന്നോട്ട് പറഞ്ഞപ്പോൾ ഞാൻ യോഗ എക്സർസൈസും ഫിസിക്കൽ എക്സർസൈസും ആണ് എന്നുള്ളത് ആണ് ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവിടെയല്ല, നമ്മളുടെ വെൽനസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് വരണം. ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ആ ഹസ്ബൻഡും വൈഫും ജസ്റ്റ് ഓപ്പോസിറ്റ്. ഞാനൊരു ഞാനൊരു എഞ്ചിനീയർ ആണ്, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ട്രെയിൻഡ് എഞ്ചിനീയർ ആണ്. അതുകൂടാതെ ഞാനൊരു കോമേഴ്സിൽ ഡിഗ്രി പോസ്റ്റ് PG ചെയ്താണ്. പക്ഷെ ഇതൊന്നും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ എന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഷീ ഈസ് വെരി സ്മാർട്ട് ഇൻ ലാംഗ്വേജസ്. എന്റെ സ്കൂൾ തലം മുതൽ എനിക്ക് ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും. ഇപ്പൊ ഞാൻ എയർഫോഴ്സിൽ ചേർന്നുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ കുറവുകൾ എന്റെ വൈഫ് നികത്തും, വൈഫിന്റെ കുറവുകൾ ഞാൻ നികത്തണം. അപ്പൊ വീട്ടിലെ എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും ഞാൻ ഹാൻഡിൽ ചെയ്യും, അവള് ഈ പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന പലതും, ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ ശരിയല്ല എന്ന് അവള് പറഞ്ഞു തരും. നിങ്ങൾ ഉപയോഗിച്ച മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്ക് ശരിയല്ല, അതിന്റെ സ്പെല്ലിംഗ് തെറ്റാണെന്നൊക്കെ അവൾ പറഞ്ഞത്. ദാറ്റ് ഈസ് ദി റിലേഷൻഷിപ്പ്. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ കുടുംബജീവിതം നന്നാവും. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പേഴ്സണലി ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇപ്പൊ നമ്മളുടെ ഈ കാൺസോൾ കമ്മ്യൂണിറ്റിയിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്യാൻ പറയുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. നമുക്ക് ഒരു പേഴ്സണലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഒരു അതാണ് കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. പണ്ടൊക്കെ ചെയ്തിരുന്നു പറഞ്ഞാല് ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ് പോലെയുള്ള ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, ഈ പബ്ലിക് സ്പീക്കിംഗ് മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ക്ലബ്ബുകൾ. ഇപ്പൊ അതൊക്കെ ഇപ്പൊ ഓഫ്ലൈനിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൺലൈനിൽ നമുക്കിപ്പൊ ചെയ്യാൻ പറ്റുന്നത്. അതായത് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഒരു 10 വർഷം കൊണ്ടൊക്കെ മാറിയിരുന്ന കാര്യം പിന്നെ 5 വർഷമായി. ഇപ്പൊ ഏകദേശം എനിക്ക് 1 മാസം കൊണ്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഏറ്റവും വലിയൊരു ഇതാണ് നമ്മൾ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. അത് നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും പലതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ സാർ, അവസാനമായിട്ട് ഒരു കാര്യം കൂടി. അതായത് സാറ് പിന്നെ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവന് ശേഷം അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾ എക്സസൈസ് മോഡ്യൂൾ അവർക്ക് അയച്ചു കൊടുക്കേണ്ടി വരും. അതൊക്കെ ചെയ്യാൻ വേണ്ടി ഏത് പിന്നെ കമ്മ്യൂണിക്കേഷൻ ചാനലാണോ ചെയ്യുന്നത്? വാട്സപ്പ് ആണോ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുണ്ടോ? എങ്ങനെയാണ് സാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുമായിട്ട്? ഇതിനകത്ത് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് OBS റെക്കോർഡ് ചെയ്യുന്നുണ്ട്. OBS വഴിയാണ് അത് നടക്കുന്നത്. എന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ താല്പര്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കും. ഞാൻ ലൈവായിട്ട് ആളുകൾക്ക് വരാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ലൈവായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു തിയറി കൊടുത്തു കഴിയുമ്പോൾ തന്നെ പലർക്കും ഒത്തിരി ഡൗട്ടുകൾ വരും. ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ബോഡി ക്ലീനിങ് മുതൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഒരു ഹെൽത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഹെൽത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെയും ധാരണ അസുഖമില്ലാതിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹെൽത്തി ആണെന്നാണ് പലരുടെയും ചിന്ത. വളരെ തെറ്റായ ധാരണയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതാണ്, ഹെൽത്ത് ഈസ് നോട്ട് മിയർ ആബ്സെൻസ് ഓഫ് ഡിസീസ് ബട്ട് ദി ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് എക്കണോമിക്കൽ വെൽബീങ് ഓഫ് എ പേഴ്സൺ. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷനാണ്. അപ്പൊ നമ്മളെ സ്കൂൾ തലത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇതിനകത്ത് പറഞ്ഞ ഈ 5 കാര്യത്തിൽ ഏറ്റവും അവസാനമാണ് ഫിനാൻഷ്യൽ വെൽബീങ് എത്തുന്നത്. പക്ഷെ നമ്മൾ എല്ലാ വ്യക്തികളും നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ വെൽബീങ്ങിന് വേണ്ടിയാണ്. നമ്മളെ സ്കൂളിലോ വീട്ടിലോ നമ്മുടെ ഹെൽത്തില് എന്താണ് ഇമ്പോർട്ടൻസ്, ഇതൊക്കെ നമ്മൾ ബയോളജിയിലൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും. പക്ഷെ ഇതിലേക്ക് എത്താൻ വേണ്ടി ആരും ഒരു ട്രെയിനിങ്ങും തരുന്നില്ല. ഇപ്പൊ ഏറ്റവും ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്ത് എന്താണെന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? മെന്റലി നമ്മൾ എങ്ങനെ സ്ട്രോങ് ആണെന്ന് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. ഇതിന് സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ റിലേഷൻ, നമ്മുടെ ഈ ഇന്ത്യയിലെ സോഷ്യൽ റിലേഷൻ വളരെ മോശമാകുന്നതിന്റെ അതിനൊരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. അപ്പൊ അത് ചെറിയ കാര്യങ്ങൾ അറിയാൻ ആരും പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും ന്യൂട്രീഷൻ എന്താണെന്ന് അറിയില്ല. നമ്മുടെ ശരീരത്തിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ന്യൂട്രീഷൻ കൊടുത്താലേ നമുക്കൊരു ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഫിസിക്കൽ ഹെൽത്തിന്റെ പ്രധാന കാര്യമാണ്. അത് ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. പഠിച്ചിട്ടുണ്ട്, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആരും പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വളരെ പണ്ട് എന്റെയൊക്കെ ചെറുപ്പം, ഐ എം 65 years old, 66 years now. അപ്പൊ എന്റെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ഷോർട്ടായിരുന്നു. ആ ഭക്ഷണത്തിന് ഷോർട്ടായിരുന്ന സമയത്ത് ഞങ്ങൾ എന്തും പറിച്ചു തിന്നും. സ്കൂളിൽ പോകുന്ന സമയത്ത് നെല്ലിക്ക കിട്ടിക്കഴിഞ്ഞാൽ അത് പറിച്ചു തിന്നും, മാങ്ങ പറിച്ചു തിന്നും. അതിലൊക്കെ ഒത്തിരി ന്യൂട്രിയൻസ് നമുക്ക് ലഭിക്കുമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭക്ഷണം സമർത്ഥമായിട്ട് ആളുകൾ കഴിക്കുന്നുണ്ട്, പക്ഷെ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ ന്യൂട്രീഷൻ ഉണ്ടോ എന്നുള്ളത് ആരും ചെക്ക് ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കി നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രീഷൻ കൊടുക്കുക.
ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഒരു സോഷ്യൽ ഹെൽത്ത്, അതായത് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ വൈഫായിട്ടുള്ള റിലേഷൻ കറക്റ്റ് ആവണം, കുട്ടികളായിട്ടുള്ള റിലേഷൻ, പേരൻസുമായിട്ടുള്ള റിലേഷൻ, റിലേറ്റീവ്സ്, അങ്ങനെ ഓരോ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ സോഷ്യൽ ഹെൽത്തിൽ പെടുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻ ഉണ്ടാവും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നന്മ കണ്ടു കഴിഞ്ഞാൽ അത് നന്മയാണെന്നും യു ആർ ഡൺ എ ബെറ്റർ തിങ് എന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തുക. അതൊന്നും എനിക്ക് പണ്ടുണ്ടായിരുന്നതല്ല. അപ്പൊ അത് ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും ഏത് കാര്യം കാണുമ്പോഴും അത് നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുകയും ആ നന്മ അവരോട് പറയാനും ശ്രമിക്കുമ്പോൾ തന്നെ നമുക്കൊരു സോഷ്യൽ ഹെൽത്ത് ഉണ്ടാവും. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ 2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അരിഗാറ്റോ കിറ്റമ്മ, ജപ്പാനീസ് തത്വമാണ്. അരിഗാറ്റോ കിറ്റമ്മ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മളിലേക്ക് എത്തുന്ന എല്ലാത്തിനും നന്ദി പറയുക. അപ്പൊ ഈ നടക്കുന്ന കാര്യത്തിന് ഐ എം താങ്ക്ഫുൾ ടു യു. അതുപോലെ ഇതൊരു സംഭവം, ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്ത കാൾസോൾ കമ്മ്യൂണിറ്റിക്ക് ഐ എം വെരി താങ്ക്ഫുൾ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി നമ്മളിലേക്ക് എത്തിക്കുന്ന എന്തും, വെള്ളപ്പൊക്കമായാലും ഈ പറയുന്ന പകർച്ചവ്യാധികളാണെങ്കിലും എന്താണെങ്കിലും വരുന്നതെല്ലാം നന്ദിയോടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുക, നന്ദിയുള്ളവരായിരിക്കും. ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു മൊറാലിറ്റി ബെറ്റർ ആക്കാൻ പറ്റും, നമ്മളുടെ സ്പിരിച്വൽ ലൈഫ് ബെറ്റർ ആകും. നമ്മൾ വി ആർ ഫിയറിങ് അബൌട്ട് അവർ ഫ്യൂച്ചർ. അത് വിട്ടുകളയുക. അപ്പൊ ആ ഒരു ഇതിലേക്ക് എത്തും നമ്മളെ. ഞാനിപ്പോ ഈ പ്രായത്തിലെത്തിയോണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. ചെറുപ്പക്കാരെ സംബന്ധിച്ച് ജോലികൾ കിട്ടാനില്ല, അവർ ഓട്ടത്തിലാണ്. ഒരു ജോലി, ഒരു വരുമാനമാണ് എല്ലാവരുടെയും മനസ്സിലിരിക്കുന്നത്. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നു അതാണ്. നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഏജിന്റെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അത് ഒത്തിരി ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അത് മാറ്റണം എന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യാനോ സ്പിരിച്വലി, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റി തന്നെ വളരെ തെറ്റായ രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ് ഇതൊക്കെ ഒന്നും താല്പര്യമുള്ള വ്യക്തികളിലേക്ക് എത്തിക്കുക. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കി, എനിക്ക് ഒത്തിരി ഗുണം കിട്ടി. ഞാൻ ഇപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രായത്തിൽ എനിക്ക് വേറെ ദൈവം അനുഗ്രഹിച്ച് അല്ലെങ്കിൽ പ്രകൃതി അനുഗ്രഹിച്ച് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ആവശ്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ സാറേ, ഏതായാലും നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്കറിയാം, നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത്. വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പൈസയോ കാര്യങ്ങളോ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അതിന് എല്ലാത്തിനും ഉപരി അതൊക്കെ അനുഭവിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്ത് വേണം. അതിനെക്കുറിച്ചാണ് സാർ ഇന്ന് വളരെ ഗഹനമായിട്ട് സംസാരിച്ചത്. ഏതായാലും നമ്മുടെ പ്രേക്ഷകരും ഈ ഒരു വെൽത്തിനെ കുറിച്ചുള്ള പുതിയ അറിവുകൾ സാറിന്റെ ഇത്രയും സമയത്തെ ആ ഒരു ഇന്ററാക്ഷനിൽ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ഏതായാലും ഒരുപാട് നന്ദി ഈ ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരായിട്ട് പങ്കുവെച്ചാൽ. താങ്ക് യു വിനോദ്.